ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഒരു റിയലായിട്ടുള്ള സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഥയായിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, സത്യമാണെന്ന് തോന്നുന്നവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു 65-70 വയസ്സ് പ്രായമുള്ള ഒരാൾ, അപ്പോൾ അയാളെ വീടിൻ്റെ ഒരു 1/2 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു ചായക്കടയുണ്ട്. അയാൾ രാവിലെ ചായക്കടയിൽ വരും. അങ്ങനെ അയാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചായ കുടിക്കും. കടീൻ്റെ വിലക്ക് അയാൾ ചോദിക്കും. പഴംപൊരിക്ക് എത്രയാണ്, സമൂസക്ക് എത്രയാണ് ഒക്കെ ചോദിക്കും. പക്ഷെ അയാളെടുത്ത് ഉണ്ടാവില്ല, കടി വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ചായ കുടിച്ചുകൊണ്ട് ചിലപ്പോൾ പോകും. പിറ്റേന്നും അയാൾ അതേമാതിരി വരും. എന്നിട്ട് ചായ പറയും, കടീൻ്റെ വിലയൊക്കെ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കടിയോട് വാങ്ങാനുള്ള പൈസ അന്ന് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കടി വാങ്ങും. ചില ദിവസം എന്ത് ചെയ്യും, വരുമ്പോൾ ചായ കുടിക്കും, പൈസ നാളെ തരട്ടോ എന്നറിയും. നാളെ വരുമ്പോൾ ആ പൈസ ആയിട്ട് വരും, ആ പൈസ കൊടുക്കും. അങ്ങനെ അയാൾ എന്ത് ചെയ്ത് ഒരു ദിവസം മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ മറയത് 3-ൻ്റെ അന്ന് അല്ലെങ്കിൽ മരിച്ച തലേന്നും 7-ൻ്റെ അന്നൊക്കെ ആയിട്ട് കുടുംബക്കാരും ബന്ധുക്കാരും മക്കളൊക്കെ എന്ത് ചെയ്യും, പള്ളിക്കൽ ചീരിനൊക്കെ കൊടുത്തക്കാട് ദ്വാരിപ്പിച്ചു. അങ്ങനെയാണ് സാധാരണ ഉണ്ടായത്. അങ്ങനെ മക്കളെന്താ തീരുമാനിച്ച്, ഒരു ദിവസം പള്ളിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100-150 സമൂസയും കുറച്ച് പഴംപൊരിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിക്കാണ്ട് തോൽപ്പിച്ചാന്ന് പറഞ്ഞിക്കാണ്ട് ഇതാക്കി. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്ത് മക്കൾ 2-3 ആൾക്കാർ, എന്ത് 2-3 ആൾക്കാർ ആൺകുട്ടികളാണുള്ളത്. ഓല് ഈ കടയിലേക്ക് വന്ന് കടക്കാരനോട് പറഞ്ഞ്, ഞങ്ങൾക്കൊരു 100-150 സമൂസയും ഇത്ര പഴംപൊരിയും വേണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഇങ്ങനെ പരിപാടി തന്നെ. അപ്പോൾ അയാൾ, കച്ചവടക്കാരൻ പറഞ്ഞു, അയാൾ ജീവിച്ചിരിക്കണം എന്നടാ, ഞങ്ങൾക്കൊരു 4 പഴംപൊരി വാങ്ങാനുള്ള പൈസ, നിങ്ങൾ 3 ആൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്കൊരു 50 ഉറുപ്പിച്ചൊരു 150 ഉറുപ്പ്യ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളപ്പാക്കൊന്ന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര? ഈ ബാപ്പാക്കൊരു 50 ഉറുപ്പ്യ കൊടുക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഇപ്പം മരിച്ചതിന് ശേഷം നാട്ടുകാർക്ക് ബാപ്പാക്ക് പോലെയുള്ള സാധനം കൊടുത്തുകാണ്ട് ദ്വാരിപ്പിച്ചാൽ നടക്കുന്നത്? എനിക്ക് നിങ്ങളെ ഓർഡർ വേണ്ട, നിങ്ങൾ തൽക്കാലം ചെയ്തോളി, വേറെ എവിടെയും പോയി ഓർഡർ ചെയ്തിക്കോളുന്നുണ്ട്. അയാൾ പറഞ്ഞയച്ചു.